നമസ്കാരം. മീഡിയ പ്ലസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. യാത്രകൾ അവസാനിക്കുന്നില്ല. പല വിദ്യാലയങ്ങളിലൂടെ പല വിദ്യാർത്ഥികളെ പരിചയപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ യാത്ര അല്ലെങ്കിൽ പുതുമ നിറഞ്ഞ എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭാരതീയ വിദ്യാഭവൻ മൺവിള എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയ വിദ്യാഭവനിലാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയൊരു വിദ്യാലയം. പഠിക്കുവാനും കളിക്കുവാനും രസിക്കുവാനും ഒക്കെയുള്ള അത്രയും തന്നെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ അത്ര തന്നെയുണ്ട്. കാരണം നമുക്കറിയാം ഈ ഭാരതീയ വിദ്യാഭവൻ, കാരണം ആ ഒരു ചില നാമധേയങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഭാരതീയ വിദ്യാഭവൻ. മൺവിളയിലാണ് എത്തിയിരിക്കുന്നത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എപ്പിസോഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മൺവിള ഭാരതീയ വിദ്യാഭവനിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്, ടേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയൊരു വിദ്യാലയം, അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് പോസിറ്റീവ് സംഭവങ്ങളുള്ള ഒരു വിദ്യാലയം കൂടിയാണ് ഭാരതീയ വിദ്യാഭവൻ. അപ്പോൾ എപ്പോഴും പാഠ്യേതര മേഖലകളിലൊക്കെ ഈ ഒരു വിദ്യാലയത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുകൊണ്ട് തന്നെ എന്ത് കലോത്സവമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സ് ആണെങ്കിലും പഠനമാണെങ്കിലും ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് ഈ ഒരു വിദ്യാലയത്തിന്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. കുറേ ആയി ഇവിടെ വന്നിട്ട് എപ്പിസോഡ് ചിത്രീകരിക്കണം എന്നുള്ള, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5-6 മാസമായിട്ട് ഇവിടുന്ന് എപ്പിസോഡ് ചിത്രീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നടക്കുന്നത്. പക്ഷേ പല സമയം, പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ടീം, നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടെ. ഓക്കെ, ശരി. പേരെന്താണ്? ഇഷാൻ. എവിടെയാണ് സ്ഥലം മോൻ്റെ? കാര്യവട്ടം. എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? പ്രത്യേകിച്ച് ഒന്നുമില്ല, നടക്കുന്നൊന്നുമില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ടോ? ഓക്കെ. ഇപ്പം ഏത് കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യവട്ടത്ത്? അതിലൊക്കെ ഇഷാൻ പങ്കെടുക്കുന്ന ഒരാളാണോ? എന്തൊക്കെ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്? യാർഡ്സ് ആണോ കൂടുതൽ, സ്പോർട്സ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെയാണ് കൂടുതൽ താല്പര്യം? ഇവിടെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഭാരതീയ വിദ്യാഭവൻ എത്രത്തോളം ഉണ്ട്? ഇവിടെ നമുക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്? ഒരുപാടുണ്ട്. ഇഷാൻ ഏതൊക്കെ ഐറ്റംസിലുള്ളത്? അത്ലറ്റിക്സ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്. കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് മോൻ്റെ? അമ്മയും അച്ഛനും. സുഖമായിരിക്കുന്നല്ലോ എല്ലാവരും? ഓക്കെ, ശരി. പേര് പറ. അർപ്പിത. എത്രയായി അർപ്പിത ഗ്ലാസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? 2 years. എന്ത് പറ്റി? കൂടുതൽ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടാണോ, അതുകൊണ്ടാണോ അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു നീ അധികം മൊബൈലൊക്കെ ഉപയോഗിച്ച് ഇനി കുറച്ച് കാലം നീ കണ്ണട വെച്ചിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നു പറഞ്ഞോ? ഡോക്ടറെ കാണിച്ചിട്ടാണോ കണ്ണിട്ടേക്കണേ? അർപ്പിത എന്തോ പെറ്റ് നെയിം ഉണ്ടല്ലോ ക്ലാസ്സിൽ, അർപ്പു. അർപ്പു എന്നാ വിളിക്കട്ടെ. എനിക്ക് ഗണിച്ച് പറയാൻ പറ്റും കേട്ടോ. ശരി, എവിടെയാണ് അർപ്പിതയുടെ വീട്? എവിടെയാണ്? എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാണ് അർപ്പിതയുടെ? അർപ്പു എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അർപ്പുവിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? പഠനം തന്നെ ഹോബിയാക്കി എടുക്കിരിക്കുക. ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? സയൻസ്. ഇഷ്ടപ്പെടാത്ത വിഷയം ഏതാണ്? മലയാളം തീരെ ഇഷ്ടമല്ല. എന്ത് പറ്റി മലയാളം? അയ്യടാ, മലയാളം തീരെ ഇഷ്ടമല്ലോ. എന്ത് പറ്റി മലയാളം ഇഷ്ടപ്പെടാത്തത്? ഞാൻ 3 വർഷം കന്നഡയാണ് പഠിച്ചത്, അപ്പൊ മലയാളം കുറച്ച് പാടായിരുന്നു. ഇപ്പൊ പഠിച്ചിങ്ങനെ സെറ്റായി വരുന്നുണ്ട്. സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല? ഇല്ല. വീട്ടിലാരൊക്കെ ഉണ്ട് മോളുടെ? അച്ഛൻ, അമ്മ, അനിയത്തി. അനിയത്തിയായിട്ട് ഇന്നെന്തോ രാവിലെ എന്തോ കലവില കൂടിയല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഇന്ന് രാവിലെ ആയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ വീട്ടിൽ നിന്ന്. ഇന്നലെ ബബിൾ ഗം എടുത്തിട്ട് അത് തന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാനത് എടുത്തിട്ട് കുറെ അടി ഉണ്ടാക്കി. പങ്ങളടിച്ചു? എന്നെ കഷ്ടം. ചേച്ചി അടി വാങ്ങിച്ചു. അനിയത്തി കൂടി എത്രയാണ് പഠിക്കണേ? സെക്കൻഡിൽ. ദേവിക സിയാർ. ദേവിക കണ്ണെഴുതി തന്നവരാണ്? കണ്ണെഴുതി തരുന്നവരാണ്? ഒറ്റയ്ക്കാണ് അവിടെ ചെയ്യുക? ഇവിടെ ഈ നമ്മുടെ ചിലപ്പോൾ ചില സ്കൂളുകളിലൊക്കെ ഒരു ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചയൊക്കെ യൂണിഫോം ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ചില വിദ്യാലയങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ എങ്ങനെ ഫുൾ യൂണിഫോം ആണോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം കളർ ഡ്രസ്സ് ഇട്ട് വരാനുള്ള സൗകര്യം ഉണ്ടോ? കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, വെനസ്ഡേ മാത്രം ഹൗസ് യൂണിഫോം ഇടണം. ഗ്രീൻ ആണ്. ഏതൊക്കെ കളേഴ്സ് ഉണ്ട്? ഗ്രീൻ മാത്രമേ വേറെ കളേഴ്സ് ഉണ്ടോ? ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. ഗ്രീൻ യൂണിഫോമിൽ എത്ര പേരുണ്ട്? അത് പറയാൻ പറ്റത്തില്ല, കുറേ ഉണ്ട്. ഗ്രീൻ യൂണിഫോമിൽ ഇത്ര കൃത്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കുന്നത്? അടുത്തടുത്ത ബെഞ്ചിൽ തന്നെയാണോ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയല്ല, അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞാ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോ. നീ എവിടെ ഇരിക്കണേ?
ഞാൻ ബാക്കിൽ. അവിടെ ഇരിക്കും അരങ്ങരുതേ, അവിടെ ഇരിക്കും. ശരി, പേര് പറ. ദക്ഷ. ദക്ഷ, എന്തൊക്കെയാണ് വിശേഷം? ഒന്നുമില്ല. നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ദക്ഷക്കുട്ടി? നാട്ടില് അമ്മൂമ്മയ്ക്ക് കാലുവയ്യ. അത് നാട്ടിലെ പ്രശ്നമായിട്ട് എടുത്തിരിക്കുകയാണ്, മൊത്തത്തിൽ ആൾക്കാർ എടുത്തിരിക്കുകയാണ്. അമ്മൂമ്മയുടെ കാലുവേദനയാണ് ഇപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ന്യൂസ് അവറിലൊക്കെ ചിലപ്പം അമ്മയുടെ കാലുവേദനയുമായി ബന്ധപ്പെട്ട ചർച്ച. എന്നെ ഡോക്ടറെ കാണിച്ചില്ലേ ദക്ഷ? എനിക്കറിയത്തില്ല. നല്ല വേദന എനിക്കറിയത്തില്ല. ദക്ഷയുടെ പിറകെ ഓടിയിട്ടാന്ന് തോന്നുന്നു അമ്മൂമ്മക്ക് കാലുവേദന വന്നത്. അല്ല. വീട്ടിലാരൊക്കെ ഉണ്ട് മോളുടെ? അച്ഛൻ, അമ്മ, അനിയൻ. അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? അതിനുള്ള സമയം അമ്മൂമ്മക്ക് കൊടുക്കാറുണ്ടോ? അമ്മൂമ്മ കഥയൊന്നും പറയാറില്ല. ഒന്നും പറഞ്ഞു തരാറൊന്നുമില്ല. ശരി ശരി. സ്കൂൾ എങ്ങനെ പൊതുവെ സ്ട്രിക്റ്റ് ആണോ? ചെറുതായിട്ട്. എന്നാലും വലിയ രീതിയിലൊന്നുമില്ല. ഇല്ല. രാവിലെ എത്ര മണിക്ക് ക്ലാസ് തുടങ്ങും? 8:45. നീ എത്ര കറക്റ്റ് എത്ര മണിയാകുമ്പോൾ കൂടി എത്തും? 8:50 എത്തും. ബസ്സിന്റെ ടൈം വെച്ചായിരിക്കും. 8:15 ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും സ്കൂൾ ബസ് എത്താറുണ്ട്. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 8 മണി. 8:15 ബസ് വരുന്നത്. 8 മണിക്ക് എഴുന്നേറ്റ് പിന്നെ എങ്ങനെയാടാ ലേറ്റ് ആവാതിരിക്കുക? 6 മണിക്ക്. ഈ സാറ്റർഡേ സൺഡേ ചിലപ്പോൾ സാറ്റർഡേ ക്ലാസ് ഇല്ലല്ലോ, സൺഡേ അന്ന് ചിലപ്പം കുറെ നേരത്തെ എണീക്കുമായിരിക്കും അല്ലേ? അന്ന് ഉറക്കം കിട്ടത്തില്ലല്ലോ. അന്ന് 10 മണിക്ക് എണീക്കുന്നത്. നാട്ടിൽ പിന്നെ എന്തൊക്കെയാ പരിപാടി? ഈ സൺഡേ ദിവസങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും പരിപാടി? ടർഫിൽ പോയി കളിക്കും. ഫുട്ബോൾ മാത്രം. പേരെന്താണ് മോൻ്റെ? സച്ചിത്. കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ വലിയൊരു ആരാധകരാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ? സച്ചിത്ത്. പാട്ട് സച്ചിത് കുമാർ. വീട്ടിൽ വിളിക്കുന്ന പേര് സച്ചിൻ. സച്ചിൻ എന്ന് വിളിക്കും. സച്ചിത് കുമാർ എന്നാണ് യഥാർത്ഥത്തിൽ അല്ലേ? സ്ഥലം എവിടെയാണ്? കൊളത്തൂർ. മക്കളെ, ഇതില് കണ്ടില്ലേ ഒരു ബൗൾ കണ്ടില്ലേ? ഇതിൽ ഫണ്ണി ഉണ്ടാവും, GK ഉണ്ടാവും, എബ്രിവേഷൻ ഉണ്ടാവും, ഫോട്ടോ ആൻഡ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ ഇതിലൊരാൾ വന്നിട്ട് ഇതിൽ നിന്നും ഒരു പേപ്പർ തിരഞ്ഞെടുക്കുക. ഓക്കെ, കുറച്ചൊന്ന് വിട്ട് നിന്ന് എല്ലാവരും കാണണ്ടേ മക്കൾ? ഇത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരി, ഒരാൾ വന്ന് ഇതിൽ നിന്നൊരു പേപ്പർ എടുക്കുക. നിങ്ങൾ എടുക്കുന്ന പേപ്പറിൽ എന്താണോ ഉള്ളത്, അത് ഫണ്ണിയാണോ GK ആണോ, അത് ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം പറയാം. ഒരുപാട് സമയമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യും? രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകും. രണ്ടാമത്തെ റൗണ്ടിലും സെയിം. ഓക്കെ, അപ്പം ആരാണ് ഫസ്റ്റത്തെ പേപ്പർ എടുക്കുന്നത്? എടുത്തോളൂ. അപ്പോൾ രാവിലെ അളിക്കരുത്. രാവിലെ ദോശയല്ലേ കഴിച്ചത്? ആണ്. എത്ര ദോശ? 2 ദോശ കഴിച്ചു. 3 കഴിച്ചു. ചമ്മന്തി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ സച്ചിനാണ് ഈ ഒരു ചോദ്യം എടുത്തു തന്നിരിക്കുന്നത്. സച്ചിൻ എടുത്ത ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, അല്ലാതെ ഞാൻ ചിലപ്പം സെലക്ട് ചെയ്തിട്ട് അങ്കിൾ എന്ത് ചോദ്യം ചോദിച്ചേ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. സച്ചിനാണ് നിങ്ങൾക്ക് വലിയൊരു മുട്ടൻ പണി തന്നേക്കണം. ശരി, ഈ ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു GK അല്ല, ഫണ്ണിയാണ്. ഒരു കുസൃതി ചോദ്യമാണ് കിട്ടിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കുസൃതി ചോദ്യം. ഓക്കെ, നമ്മളെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു സാധനം, ഉണ്ടാക്കുന്ന ഒരു സാധനം. ഓക്കെ, ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോ. ചോദ്യം ഇതാണേ. കൂട്ടുകുടുംബം, ഒരുപാട് ആൾക്കാരുള്ള വീടാണോ ഇഷ്ടം, അല്ലെങ്കിൽ വളരെ ഫാമിലി അണുകുടുംബമാണോ ഇഷ്ടം? പക്ഷെ നമുക്കിപ്പോൾ വളരെ കുറച്ച് അച്ഛൻ, അമ്മ, മക്കൾ ആ രീതിയിലേക്കൊക്കെ മാറി അല്ലേ? പണ്ട് കാലത്തൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട്. മുത്തശ്ശി ഉണ്ടായിരുന്നു, മുത്തശ്ശനുണ്ടായിരുന്നു, കഥകളുണ്ടായിരുന്നു, കവിതകളുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളൊക്കെ പോയി. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പം അതും പോലും ഇല്ലാത്ത കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ചോദ്യം കേട്ടോ. വീടിന് അടിയൊക്കെ കിട്ടാറില്ല അത്യാവശ്യം? കിട്ടാറുണ്ട്. കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കുറച്ചടി കിട്ടും, കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. എങ്കിൽ ഞാൻ ആര്? ഇത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. കുറച്ചാൾക്കാരുള്ള വീട്ടിൽ, അതായത് കുറച്ച് ആൾക്കാർ മാത്രമുള്ള വീട്ടിൽ എനിക്ക് കിട്ടുന്നത് വളരെ കുറച്ച് അടിയായിരിക്കും. ഓക്കെ, കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. എന്ന് ഇത് വികൃതി കാണിച്ചിട്ടല്ല ഈ അടി കിട്ടണത്. മനസ്സിലായോ? നമ്മൾ സാധാരണ വികൃതി കാണിച്ചിട്ടല്ലേ അടി കിട്ടുക. ഈ സാധനത്തിന് അടി കിട്ടുന്നത് വികൃതി കാണിച്ചിട്ടില്ല. എന്നാൽ കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ ഇതിന് കുറച്ച് മാത്രമേ അടി കിട്ടാറുള്ളൂ. കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ ഇതിന് കൂടുതൽ അടി കിട്ടും. എങ്കിൽ ഇതെന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മളെല്ലാ വീടുകളിലും ഉണ്ട്. ഒരു ക്ലൂ കേട്ടോ. എല്ലാ വീടുകളിലുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഇതൊരു മീൻസ് മിഷനറി യുഗമല്ലേ നമ്മുടേത്. അപ്പോൾ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഒരു മിഷൻ രൂപത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ട്. ഇത് നിർബന്ധമാണ്, എല്ലാ വീടുകളിലും ഉണ്ട്. നമ്മളൊരു എന്താ പറയുക, ഇതിൻ്റെ യന്ത്രരൂപം എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഡിസ്കസ് ആയിട്ട് പറഞ്ഞോ, നിങ്ങൾ ആലോചിച്ച് പറഞ്ഞോ. അതായത് കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കുറച്ച് അടി കിട്ടും, കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. തട്ടല്ല മോനെ, എല്ലാ വീടുകളിലും ഇത് സാധനമുണ്ട്. പക്ഷേ ഒന്നുകൂടി ക്ലൂ പറയാം. ഒരു ക്ലൂ കൂടെ ഞാൻ തരികയാണെങ്കിൽ, ഇതിൻ്റെ സ്ഥാനം കൂടുതലായും
വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മീൻസ് ഫ്രണ്ട് സൈഡിൽ പൊതുവെ കുറവായിരിക്കും, ചിലപ്പോൾ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും ഇതിൻ്റെ സ്ഥാനം ഉണ്ടാവുക. ഇതിന് ജീവനില്ല കേട്ടോ. വീട്ടിലെന്തൊക്കെ ജോലി ചെയ്യും? വീട്ടില് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ 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 തുടയ്ക്കും, തൂക്കും, പിന്നെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും അമ്മേനെ ഭക്ഷണം ഉണ്ടാക്കാൻ. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കും. ഓക്കെ, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിർബന്ധമാണ്. കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ എനിക്ക് കുറച്ചടി കിട്ടും, കൂടുതൽ ആൾക്കാരുടെ വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. ഈ ഒരു സംഭവം കാണുന്നത് ചിലപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇതിന് ജീവനില്ല. ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ ഇതിൻ്റെ പല പല വേർഷൻ, പല പല കമ്പനി പുറത്തിറക്കുന്ന യന്ത്രം നമുക്ക് പല പല ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും പറ്റും. ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും. ആലോചിച്ച് പറഞ്ഞാൽ മതി. അടി കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കുറച്ച് അടി കിട്ടും. അടി എങ്ങനെയാണ് പൊതുവേ? ഇങ്ങനെയല്ലേ അല്ലേ? കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കുറച്ച് അടി കിട്ടും, കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. തുണി ഇങ്ങനെ അടിക്കുന്ന അതിനെന്താ ശരിക്കും യഥാർത്ഥത്തിൽ പേര് പറയാം? വാഷിംഗ്. അതായത് നമ്മൾ കഴുകുന്ന അലക്കുകല്ല് എന്നാണോ ഉദ്ദേശിച്ചത്? കുറച്ച് ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കുറച്ച് അടി കിട്ടും, കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് കുറച്ച് മാത്രമേ. കൂടുതൽ ആൾക്കാരുള്ള വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. അലക്കുകല്ല്. അതിന്റെ പുതിയ രൂപം എന്ന് പറയുന്നത് യന്ത്രവൽകൃതമായിട്ടുള്ളൊരു സംഭവം. ഈ അലക്കുകല്ലിനെ കൂടുതലായിട്ടും കാണുന്നത് വീടിന്റെ പല പല ഭാഗത്തായിരിക്കും. ഉറപ്പാണ്? ഒരു തരം, രണ്ട് തരം? നീ എന്താ സത്യം നിൽക്കുന്നവരെ നിൽക്കുന്നത്? പറ, 3 തരാണോ? ഉറപ്പാണോ? നീ പറ. നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. സച്ചിൻ ഓക്കെയാണോ? പറഞ്ഞിരിക്കുന്നത് അലക്കുകല്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ആൾക്കാരുടെ വീട്ടിൽ എനിക്ക് കുറച്ച് അടി കിട്ടും, കൂടുതൽ ആൾക്കാരുടെ വീട്ടിൽ എനിക്ക് കൂടുതൽ അടി കിട്ടും. പറഞ്ഞിരിക്കുന്നത് അലക്കുകല്ല് എന്നുള്ളത് റൈറ്റ് ആൻസർ. അലക്കുകല്ല് റൈറ്റ് ആൻസർ. മോളെ പേരെന്തായിരുന്നു? ദക്ഷയ്ക്ക് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഉഷാറായിട്ട്. വെരി ഗുഡ്. ദക്ഷ, നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണേ. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്. ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട് കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി ഈസി റൗണ്ടിലേക്ക്. ഇതുപോലെ വന്നിട്ട് ഒരു കൂപ്പൺ എടുക്കുക, ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, അതിലും ചിലപ്പോൾ ജി കെ ആയിരിക്കാം, ഫണ്ണി ആയിരിക്കാം, എന്തും ആയിരിക്കാം. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ദക്ഷയാണ് എടുക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലെ ചോദ്യം ഞാൻ ദക്ഷയോട് ചോദിച്ചിട്ട് ദക്ഷ അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ ടേക്ക് ഇറ്റ് ഈസി നൽകുന്ന ഒരു ബമ്പർ സമ്മാനം തരാം. പറയുന്ന ഉത്തരം തെറ്റാലോ? അങ്ങനെ ആവാലോ, തെറ്റുമാവുമല്ലോ. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്ന ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമ്മാനം കൊണ്ട് മോക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബാക്കി 4 പേർക്കും ഞാൻ ഓരോ പ്രോത്സാഹന സമ്മാനവും തരാം. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോയ ശരി ഉത്തരം പറഞ്ഞാൽ മാത്രം ബമ്പർ സമ്മാനം. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. അതിനൊരു മടിയില്ലാത്തവനാണ് ഞാൻ. ഓക്കെ, ഇപ്പോൾ ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ മീൻസ് വേണ്ട, നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറയുകയാണെങ്കിൽ ആ സമ്മാനം കൊണ്ട് തിരിച്ചു പോകാൻ ഞാൻ പ്രോത്സാഹന സമ്മാനം തരാം. എന്ത് വേണം നിങ്ങൾ തീരുമാനിച്ചോ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ദക്ഷ എന്ത് പറയുന്നു? ദക്ഷയാണ് പറയേണ്ടത്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ പെട്ടെന്ന്. പക്ഷെ വേണമെന്നുണ്ട്, ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം. ഇവന്മാരൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ പോയി നോക്കാനല്ല പോണ്ടേ? സെക്കൻഡ് റൗണ്ടിലേക്ക് എടുത്തു. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ടിൽ ഒന്ന് ഇളക്കിയെടുത്തോളൂ ദക്ഷ, ഇളക്കിയെടുത്തു. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ചോദ്യം എടുത്തോളൂ. അങ്ങനൊന്നുമില്ല മോനെ, പല ഞാനെടുത്ത ടൈപ്പ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ ദക്ഷയാണ് എടുത്തിരിക്കുന്നത്. ഈ ചോദ്യം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഉത്തരം തെറ്റാണ്. ഞാൻ ഈ സമ്മാനം തിരിച്ചു വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മത്സ്യം ഇഷ്ടമാണോ? മത്സ്യമൊക്കെ ഇഷ്ടം. ഏത് മത്സ്യം കൂടുതൽ കഴിക്കാറ്? അയില, കിളിമീൻ, കൊഞ്ച്, നത്തോലി, ക്രാബ്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ ചോദ്യം കേട്ടോ. ഒരു മത്സ്യവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മത്സ്യവർഗത്തിൽപ്പെട്ട ഒന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ചോദ്യം ഇതാണ്. നമ്മൾ പൊതുവെ പറയാറില്ല ക്ലാസ്സിൽ നിനക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്, ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം,
അല്ലേ? അതിൽ ഏറ്റവും പ്രധാനം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓർമ്മശക്തി കൂടുന്നൊക്കെയാണ് പൊതുവെ പറയാം. ചോദ്യം ഇതാണേ, ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള മത്സ്യവർഗ്ഗത്തിൽപ്പെട്ടത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള, സസ്തനി എന്ന് പറഞ്ഞാൽ നമുക്ക് പാൽ കൊടുത്ത് വളർത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സ്യവർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവം, മത്സ്യത്തിൻ്റെ രൂപമുള്ള മത്സ്യവർഗ്ഗത്തിൽപ്പെട്ട ഒന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉള്ളതാണിത്. പറഞ്ഞു കൊടുക്കല്ലേ, ആരും പറഞ്ഞു കൊടുക്കരുത്. ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ഉത്തരം പറയേണ്ടത് ആരാന്നറിയോ? ആളുടെ ഒരു ശരിയായിട്ട് ഉത്തരമാണ് എനിക്ക് വേണ്ടത്. ദക്ഷയുടെ ഒരു ശരിയായിട്ടുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ദക്ഷയുടെ ഒരു ഉത്തരമാണ് വേണ്ടത്. നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞാൽ എനിക്ക് ദക്ഷയുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഉത്തരം പറയണം. ആലോചിച്ച് പറഞ്ഞാൽ മതി. മോൻ എന്ത് പറയുന്നു? ഓക്കെ, ഇനി എനിക്ക് വേണ്ടത്, സമയമില്ല, സമയം പോയിക്കൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ റൗണ്ടാണ്. മോൻ ഇപ്പുറം വന്ന് നിന്നേ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള മത്സ്യവർഗത്തിൽപ്പെട്ട ആ ഒരു സംഭവം എന്താണ്? സിമ്പിളാണ്, വളരെ സിമ്പിളാണ് സംഭവം. നേരത്തെ ആലോചിച്ചിട്ട് അത്ര ആലോചിക്കാനില്ല. ജി കെ അല്ലേ, പിന്നെ എവിടെയെങ്കിലും പഠിച്ചവരതോ? മോൾ എന്ത് പറയുന്നു? ഡോൾഫിൻ ആണെന്ന് പറയുന്നു. ഡോൾഫിൻ. ഡോൾഫിൻ ആണെന്ന് തോന്നുന്നു. ആലോചിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ഒക്ടോപസും അല്ലെങ്കിൽ ഡോൾഫിനോ ഒരു കൺഫ്യൂഷൻ 50-50 നിൽക്കുന്നു. ഓക്കെ, മോൻ അതുപോലെ തന്നെ. ഇതിലേ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള മത്സ്യവർഗത്തിൽപ്പെട്ട, പെട്ടെന്ന് ഒക്ടോപ്പസ്. ആലോചിച്ച് പറഞ്ഞു. ഞാൻ ഇനി സമയം തരത്തില്ല, ഞാൻ അതാ പറയണേ, ആലോചിച്ച് പറയണം. കാരണം ഞാൻ ഇതിൽ ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ സമ്മാനം തിരിച്ചു വാങ്ങിക്കുവേ. പോയേ, നല്ല സമ്മാനമാണേ, വെറും പ്രോത്സാഹന സമ്മാനം മാത്രമേ കിട്ടുവേ. ഒന്നാമത്തെ റൗണ്ട്, രണ്ടാമത്തെ റൗണ്ടിലേക്ക്. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ളത് മെമ്മറി പവർ. ഓർമ്മശക്തി ആ സിമ്പിളാണ്. കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, ഞാൻ ഒരു ക്ലൂ തരട്ടാ. നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒക്ടോപ്പസ്, ഡോൾഫിൻ എന്ന് പറഞ്ഞില്ലേ, ഇതിലേതെങ്കിലും ഒന്നാണ്. ഏതെങ്കിലും ഒന്നാണ്. ഒന്നുകൂടി ആലോചിക്കണം. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ളത് ഈ മത്സ്യവർഗത്തിൽപ്പെട്ട ഇതിന് തന്നെ വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്, പോസിറ്റീവ് സംഭവങ്ങളുണ്ട് ഇതിന്. മതിയടാ, ഇത് ഇത്രയും ആൾക്കാർ. മോളെ, ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡോൾഫിൻ, ഇതിലേതെങ്കിലും ഒരു ഉത്തരമാണ് ശരി. ഓക്കെ, എനിക്ക് വേണ്ടത് ഇതിലേത് ശരി ഉത്തരം എന്നുള്ളതാണ്. ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ളത്. ഇതിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയുണ്ട്. ഈ മത്സ്യത്തിന് വേറൊരു പോസിറ്റീവ് സംഭവം, വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഇതിന്. അത് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം ചിലപ്പോൾ പറയാൻ പറ്റുമെന്നുള്ളതാണ്. ചിരി ഇഷ്ടമല്ല എല്ലാവർക്കും? പുഞ്ചിരി. ആ, ഓക്കെ. ഡോൾഫിൻ ആണോ? മോളെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറ. കടപെടാന്ന് പറഞ്ഞാൽ രണ്ടിലും ഉറപ്പിച്ച ഒരു ഉത്തരം. ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിക്കും. പുഞ്ചിരി, ഓർമ്മശക്തി, ഇത് രണ്ടൊക്കെയുള്ള ഒരു മത്സ്യ. പെട്ടെന്ന് പറ, സമയമില്ല. തെറ്റട്ടെ. ഡോൾഫിൻ. ഗെയിം സ്റ്റോപ്പ് ചെയ്യണേ. നിങ്ങൾ എന്നെ ആങ്കറിങ് ചെയ്തു, എന്നെ കൊല്ലി നിങ്ങൾ. ഒരുപാട് ക്ലൂ ഞാൻ കൊടുത്തു കേട്ടോ. ഒക്ടോപ്പസ്, ഡോൾഫിൻ, പുഞ്ചിരിക്കുന്ന മത്സ്യം എന്ന് പൊതുവെ ഇതിനെ പറയാറുണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള ഒരു മത്സ്യവർഗത്തിൽപ്പെട്ടതെന്ന് കൂടി പറയുന്നു. മത്സരാർത്ഥി പറഞ്ഞിരിക്കുന്നത് ഡോൾഫിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒക്ടോപ്പസ്, ഡോൾഫിൻ, ഇത് രണ്ടും അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു. ആൾ ഒക്ടോപ്പസ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആൾക്കെന്നെ ഒരു കൺഫ്യൂഷനായി. അത് പിന്നെ അങ്ങനെ വേറെ ഏതിലൊക്കെ പോയി ലാസ്റ്റ് ഡോൾഫിൻ എന്നതിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇവരാദ്യം പറഞ്ഞിരിക്കുന്ന ഒക്ടോപ്പസ് എന്നുള്ളത് തെറ്റായ ഉത്തരമാണ്. ഡോൾഫിൻ എന്നുള്ളത് റൈറ്റ് ആൻസർ. ഡോൾഫിൻ പുഞ്ചിരിക്കുന്ന മത്സ്യം എന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള മത്സ്യം എന്ന് പറയുന്നത് ഡോൾഫിനാണ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ഉഷാറായിട്ട്. ബാക്കിയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനം 2 കൈയോട് വാങ്ങിച്ചോ. അപ്പോൾ സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം മുത്തുമണി. ഓക്കെ, കാണാം. എങ്ങനെയുണ്ട് പ്രോഗ്രാം? എങ്ങനെയുണ്ട്? ഉഷാറാണോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഗോ ടു യുവർ ക്ലാസ്സസ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ രാധ വിശ്വകുമാർ. രാധ മാമാണ്. നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് വിദ്യാലയങ്ങളിൽ പോകുന്നതിനേക്കാൾ എന്തോ ഒരു പവർ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ആയിരിക്കാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പഠനം മാത്രമല്ല, അതിലുപരി കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കാലാവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യണം. അതിൽ 100% വിജയിച്ചിട്ടുണ്ടോ നിങ്ങൾ? 100% വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. കാരണം ഞങ്ങൾ ഭവൻസ് ഫാമിലിയാണ്. ഭവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദെയർ ഓൾ ഓവർ ഇന്ത്യ. പാൻ ഇന്ത്യ ദർ ആർ നിയർലി 100+ സ്കൂൾസ്
And when you look at Kerala also, they are nearly 28 to 30 schools. So we all follow the same philosophy that it is not just academics that needs to be banged down to the child. It is actually, all the cultural, sports and literary, all those activities are given lot of importance. So children are actually participating in so many activities right when the academic year begins in June till March. It is actually a roller coaster ride for them, and they are doing really well. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? We have 950 students currently. Yeah. ഇവിടെ മാത്രം. അതെ. പഠനം നമുക്ക് ഭവൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അത് നമ്മൾ പറയുമ്പോൾ അത് കൂടുതലാവും. നമുക്ക് മറ്റുള്ള പ്രവർത്തനങ്ങൾ, കാരണം ഇവിടെ ഒരുപാട് ഗ്രൗണ്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള മറ്റ് എക്സ്ട്രാ കരിക്കുലർ എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സപ്പോർട്ട്സാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നത്? ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിൽ കുട്ടികളെ പങ്കുകൊള്ളിക്കുന്നുണ്ട്. അതായത് ലിറ്റററി ആണെങ്കിലും കൾച്ചറലാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും. അപ്പോൾ ഇവരെല്ലാവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സ്കൂളിനകത്തുള്ള കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ വെളിയിലുള്ള കോമ്പറ്റീഷൻസ്. ദർ ഇസ് ലോട്ട് ഓഫ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് ഹാപ്പനിങ്. ആൻഡ് ദെൻ ഈവൻ ദോ വി ആർ ഓൺലി 950 ആസ് എ സ്ട്രെങ്ത്, വി കമ്പീറ്റ് വിത്ത് സ്കൂൾസ് ദറ്റ് ഹാവ് നിയർലി 2000 ആൻഡ് വി ഹാവ് കം വിക്ടോറിയസ് ഇൻ സ്പോർട്സ്. In Sahodaya sports events, we will be either the runner-up or the first runner-up or the overall champions. And similarly, importance are given to Olympiad exams as well, to equip them with proper training for the when they come to the higher classes to appear for the entrance exams successfully. നമുക്ക് മറ്റുള്ള, അതായത് പഠനവുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ലാബ് അല്ലെങ്കിൽ മറ്റുള്ള ഈ പഠന കെമിസ്ട്രി ലാബ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ ലാബ്, ജൂനിയർ ലാബ് ആൻഡ് സീനിയർ ലാബ് ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, psychology is also an option that we are offering for class 11. So children are actually having the science and the commerce streams also over here. So for class 11, the admissions are going to start immediately. So we have quite a few children who are doing exceedingly well, and the children who have passed out from Bhavans Manmula are doing actually their courses in Harvard Business School, then in Symbiosis, in NIT, IIT, all the other prestigious institutions. We are really proud that our children are doing exceedingly well. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരിക, ഒരു ക്ലാസ്മേറ്റ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുക, അവർ നമ്മുടെ ഒരു വിദ്യാലയത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു കുട്ടി ഇവിടെ നിന്ന് പാസ് ഔട്ട് ചെയ്ത കുട്ടിയാണ് ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കാണാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മെറിറ്റ് ഡേ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ മെറിറ്റ് ഡേ ഫംഗ്ഷൻ നമ്മൾ 10th and 12th നല്ല റിസൾട്ട് കിട്ടുന്ന കുട്ടികൾക്ക് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ചീഫ് ഗസ്റ്റിനെ വിളിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് who is now going to proceed to Harvard to do her PG course. So why not make her the chief guest? So that was how we made Srila Srinivasan, who is an alumni of Bhavans Manmula, the chief guest for the merit day function. എത്ര ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ 48 ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചിങ് സ്റ്റാഫ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവരും കൂടി കൂടിയിട്ട് നമുക്കൊരു വി ആർ നിയർലി 80 in number. നമ്മുടെ ഈ വിദ്യാലയത്തിലുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ല മാത്രമല്ല, ഞാൻ പരിചയപ്പെട്ട കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്, മറ്റുള്ള പല പല ജില്ലയിൽ നിന്ന് ആൾക്കാർ, പല മനസ്സിലുള്ള ആൾക്കാർ, പല പല സമൂഹത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, പല പല കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, പല സ്വഭാവങ്ങളായിരിക്കും കുട്ടികൾക്ക്. ടീച്ചറെ പോലൊരു എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു നല്ല കുട്ടിയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാലയം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെ വാർത്തെടുക്കാൻ. അതെ, ഏറ്റവും നല്ലത് അവരുടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ് നമ്മൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പങ്ക്ച്വാലിറ്റി, ഇതൊക്കെയാണ് ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ. അതായത് ഏതെങ്കിലും മാർക്ക് മേടിച്ചു മാത്രം ശരിയാവില്ല, അവർക്ക് ആ സോഷ്യലൈസിങ് സ്കിൽ ഉണ്ടാവണം, എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം, പിന്നെ പങ്ക്ച്വാലിറ്റി, ഇതെല്ലാം നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. സോ വി ആർ ലിറ്റിൽ ബിറ്റ് സ്ട്രിക്റ്റ് വിത്ത് റിഗാർഡ് ടു ദാറ്റ്, വെയറിംഗ് ദ പ്രോപ്പർ യൂണിഫോം, ദെൻ കമ്മിങ് ടു ദ സ്കൂൾ ഓൺ ടൈം, ടോക്കിംഗ് ടു എവറി വൺ ഇൻ എ റെസ്പെക്ട്ഫുൾ ആൻഡ് ഡിഗ്നിഫൈഡ് മാനർ. So our children, when they go outside also, we hear a lot about them. In the sense, we always tell them that once a Bhavanite, always a Bhavanite. ഇനി ഒരു പുതിയൊരു പദ്ധതി, ഇപ്പം വിദ്യാലയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വർഷം കഴിയുന്തോറും പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം ഒരു 10 വർഷം മുമ്പുള്ള ഒരു ഐഡിയ അല്ല ഇപ്പോൾ നിൽക്കുന്നത്. പുതിയൊരു പദ്ധതി എന്ന് പറയാൻ വേണ്ടി പ്രൊജക്റ്റ് അങ്ങനെ എന്തെങ്കിലും തയ്യാറാവുന്നുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, പഠനവുമായി ബന്ധപ്പെട്ടേക്കാണ് മറ്റുള്ളത്? അതെ, നമ്മൾ ഒരുപാട് ഇപ്പോൾ ഭവൻസ് ഫാമിലി തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 100+ സ്കൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ ക്യാമ്പ് ഉണ്ട്. അതായത് എല്ലാ ഭവൻസിൽ നിന്നും ഒരു 6 കുട്ടികളും ഒരു ടീച്ചറും ഏതെങ്കിലും ഒരു ഭവൻസ് ഹോസ്റ്റ് ചെയ്യും. ഈ 7-day ക്യാമ്പാണ്. അപ്പോൾ ദ തിങ് ഇസ് ദാറ്റ് ദേ ഗെറ്റ് ടു know so many children from the other
Bhavan schools, and it is really a very nice camp that is being organized. So every year they have this ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയാണ്, സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെയാണ്. സോ ദി ആർ ഓൾസോ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി, ആൻഡ് വെൻ സംതിങ് ഇസ് ബീങ് ഹോസ്റ്റഡ് ഇൻ കേരള ഓൾസോ, children from all over India as well as in the Gulf countries also we have got Bhavans. So അവിടെ നിന്നൊക്കെ എല്ലാവരും വരും. അതെ 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 നമ്മുടെ ഭവൻസ് മൺവിള ഹോസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും, പക്ഷേ നമ്മുടെ കൊച്ചി ഭവൻസ് അവർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും, പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കൂടി വന്നിട്ടൊരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ അതിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടുന്നുണ്ട്. ഏതാണ്ട് 950 എബവ് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം. ഓക്കെ, ഞാൻ ആദ്യം വിശേഷിപ്പിച്ചതുപോലെ തന്നെ ഒരു പൂർണ്ണത എന്ന് പറയുന്നുണ്ട്. ഒരു വിദ്യാലയത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്ന ചില വിദ്യാലയങ്ങൾ മാത്രമേ നമ്മുടെ കൈക്കുമ്പിളിലെത്താറുള്ളൂ. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിലും അങ്ങനെ കിട്ടിപ്പോകുന്നതാണ്. അങ്ങനെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സ്കൂൾ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഒരു വിദ്യാലയം. കാരണം കുട്ടികളാണെങ്കിലും അവരുടെ പഠനമാണെങ്കിലും പഠന നിലവാരമാണെങ്കിലും ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ, കാരണം ഈ ഭവൻസിൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നതും അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ നമ്മളിവിടെ ഇക്കോ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് കാണാം ക്യാമ്പസ് മുഴുവൻ ദർ ഇസ് ലോട്ട് ഓഫ് ഗ്രീനറി അറൗണ്ട്, ആൻഡ് സോ എനിവൺ ഹു വാക്സ് ഇൻ ടു ദി portals of Bhavans Manvilla will be encaptured by the the wonderful greenery that they seen around them. ഈ ചില വിദ്യാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഓരോ മരങ്ങൾക്ക് ഓരോ പേരുകൾ കൊടുത്ത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ, ഈ കൃഷി അല്ലെങ്കിൽ പോലും ഈ ആയുർവേദിക് കൾച്ചർ എന്ന് പറയുന്നൊരു സംഭവം അതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാറുണ്ട്. മരങ്ങളെക്കുറിച്ച് എല്ലാവർക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ദ സയൻസ് ടീച്ചേഴ്സ്. നമ്മൾ എല്ലാ മരങ്ങൾക്കും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതെ, അവരുടെ ബൊട്ടാനിക്കൽ നെയിമും ഉണ്ട്, നമ്മുടെ കോമൺ നെയിമും ഉണ്ട്. അപ്പോൾ നിയർലി ഒരു 75 ട്രീസോളം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദേ ഓൾസോ ഗെറ്റ് ടു നോ അബൌട്ട് വാട്ട് ദി നെയിംസ് ഓഫ് ദ ഡിഫറെൻറ്റ് ട്രീസ് ആർ. എത്ര ബ്ലോക്ക് ഉണ്ട് ഇവിടെ? നമുക്കിവിടെ 4 ബ്ലോക്ക് ഉണ്ട്. അതെ അതെ. ഈ ഇത്രയും ബ്ലോക്കിലാണ് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. സ്കൂൾ ബസ് എത്ര കണ്ട ഒരു വലിയ ബ്ലോക്കാണ് KG ബ്ലോക്കും. അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഈ കാണുന്നതാണ് ഭീഷ്മ ബ്ലോക്ക്. ഇവിടെ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി, പിന്നെ താഴേക്ക് പ്രൈമറി ഉണ്ട് 2 ബ്ലോക്കിലായിട്ട്. അപ്പോൾ പുതിയ പുതിയ പദ്ധതികളൊക്കെ വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം പദ്ധതികൾ വരണം, എന്നാലേ കുട്ടികൾക്ക് അതിലൂടെ ഞാൻ ആദ്യം പറഞ്ഞത് വെറും പഠനം മാത്രമല്ല അതിലുപരി എന്തൊക്കെയോ നമുക്ക് അറിയാത്ത ഒരുപാട് നമ്മുടെ സത്യങ്ങളുണ്ട്, അതൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഒരു വിദ്യാലയത്തിന്. അത് വെരി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു മച്ച്. Kerala Vision for coming and having a program over here. Thank you so much.